ഡൗട്ട് ചോദിക്കാണ്. ഈ വീഡിയോ ഈ മാസം വരും അടുത്ത മാസം വരും അടുത്ത ഇവിടെ കുടുങ്ങിട്ട് നടക്കണം. അത് വേണമെങ്കിൽ കണ്ടോ. ഹായ്. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു ചെറിയൊരു യാത്രയില് എവിടേക്കാണ്? നമ്മള് എടപ്പാളക്കാണ് പോണത്. എന്തിനാ പോണത്? അപ്പൊ ഒന്ന് നമ്മളെ ഷാഫിക്ക് മറ്റേ ഇവിടൊക്കെ പോയി ലക്ഷദ്വീപിലൊക്കെ പോയി വന്നിക്കണേ. അതേപോലെ തന്നെ നജീബ് ഖാനെ കണ്ടിട്ട് കൊറേ കാലായി. നജീബ് ഖാക്കാണെങ്കിൽ സ്കൂൾ തുറന്നേക്കിന് ഫോൺ എടുക്കാനും കൂടി സമയമില്ല, അത്രയും തിരക്കായിക്കണം അല്ലെ മുത്തൂസേ? അപ്പൊ ഇന്നോലെ രണ്ടാളി കാണാൻ വേണ്ടിട്ട് എടപ്പാൾക്ക് പോവാണ്. ഷാഫിക്ക അവിടുന്ന് നേരെ അങ്ങോട്ട് എടപ്പാൾക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് നേരെ മെയിനായിട്ട് നജീബ് ഖാനെയാണ്, ഫോൺ വിളിച്ചാലും കിട്ടൂല, അതുകൊണ്ടാണ് കാണാൻ പോകുന്നത്. ബിസിയാണ്. മക്കളും ഉണ്ട് സ്കൂളിൽ താലയും കൂടി കാണില്ല. ഒത്തൊരുമയാണ്. മൊബൈലിൽ കളി എന്ന് പറഞ്ഞ ആ കാര്യത്തിലുള്ള അത്ര ഒരുമ അവർക്ക് വേറെ ഒന്നിനുമില്ല. എന്നാലും ഇടയ്ക്ക് തല്ലുകൂടിയിട്ട് വരും കേട്ടോ. മറ്റോ കാണിച്ചെടുക്കണില്ല, ഇവനക്ക് ഇഷ്ടപ്പെട്ട് മറ്റോ വെച്ചില്ലാന്നൊക്കെ പറഞ്ഞിട്ട്. മൊബൈൽ കളിയാണെന്നുണ്ടെങ്കിൽ രണ്ടാൾ സൗണ്ടേ കേൾക്കൂല, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കണ്ട രണ്ടാൾ തല്ലുകൂടി ഇങ്ങോട്ട്. നമ്മുടെ പൂരം നടക്കുകയാണ്. വന്നേക്ക് നെക്സ്റ്റ് പോലെ കണ്ടന്റ് എടുക്കണെന്ന് ഞാൻ പോരുമ്പോ വ്ളോഗ് എടുത്തിട്ടാ വന്നതെന്ന് ഫുള്ളാക്കണ്ടേ. ആ ഇതാണ് നജീബ് ഖാന്റെ കാര്യം. അല്ല നജീബ് ഖാന്റെ അതൊന്നല്ല, നജീബ് ഖാനെ വിളിച്ചിട്ട് ഞാൻ ആദ്യം പറഞ്ഞു, നജീബ് ഖാനെ വിളിച്ചിട്ട് കിട്ടാണ്ട് തെരഞ്ഞു വന്നേണെന്നുള്ളത്. ഇതാണ് പെണ്ണുങ്ങളെ അവസ്ഥ. ആ പർപ്പിൾ കേറിയിട്ടുണ്ടല്ലേ, മേക്കപ്പ് ഇടണ. ഇത് ഈ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളും ഇവിടെ വന്ന് ഇട്ടോക്കും, എന്നിട്ട് എടുത്തിട്ടാണ് ഇപ്പൊ ഇട്ടോക്കുന്നത്. അതുപോലെ രണ്ടാടെയും കാണാണ്ട് വന്ന് നോക്കി രണ്ടിരിക്കണ നോക്കി. ഹലോ, അറിയോ? ആ അറിഞ്ഞാ മതി. അല്ലെന്നാ എനിക്ക് വേണ്ട കുടിച്ചോട്ടെ, എന്നിട്ട് ബാക്കി കയ്യിൽ വെച്ചട്ടോ. ഇന്നെല്ലാരും കാണാനുള്ള ഭാഗ്യമുണ്ട്. പിന്നെ എവിടെ വന്നാലും മുബിക്കാണ് എല്ലായിടത്തും ഹൈലൈറ്റ്. എന്നിട്ട് എന്താ വാങ്ങി തരുന്ന? എന്താണ് ആ വരുന്ന ടിവിയും തള്ളിയും കൊണ്ട്? എത്ര നേരം നിങ്ങളെ കാത്തിക്കണ്? പിന്നെ ആ പറഞ്ഞോ. ഒരു സമ്മാനം കിട്ടി. 46 ഇഞ്ചിലെ. അപ്പൊ അതിന്റെ ചെലവ് ഞാൻ കണ്ടാണ്. 46 ഇഞ്ച് ടി വി അത് ഞാൻ വാങ്ങിക്കൊടുത്തല്ലേ. കളിയാണ് കളി. അപ്പൊ ഞങ്ങൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. ഞങ്ങൾ ആഞ്ഞടിക്കുന്നു. ഓലെണ്ടാ നോക്കി ചിരിച്ചു നോക്കിയൊക്കെ നിങ്ങളെ കളിയൊക്കെ ഓൽക്ക് മനസ്സിലായിക്കണോ? ഇങ്ങോട്ട് വരി. ഞാൻ പെരേക്ക് വരാൻ പറഞ്ഞോ? എനിക്ക് ഇന്റെ അത്ര മടിയുള്ള വേറെ മനസ്സുണ്ടാവില്ല, അതുകൊണ്ടാണ് പെരേക്ക് വരാൻ പറയണത്. ഞാന് ഉണ്ടാക്കി തരുള്ളൂ. എന്റെ മടി അറിയോ? ഈ മീൻ ഇവിടെ നിന്നിട്ട് മറിച്ചിടാൻ മടിയാ. അതുകൊണ്ട് ഒരു പുറ തിന്നലുള്ളൂ. ഇതുവരെ കൊടുത്തിട്ടില്ല. അതെ, ഞാൻ എന്താ പറയണ വെച്ചാല് വീട്ടിക്ക് വന്ന ഒരു അരമണിക്കൂറുമായി സാധനം ഉണ്ടാക്കാന്. അങ്ങനെ നജീബ് ഖാന്റെ സാമ്രാജ്യം. എല്ലാരും ചോദിക്കലുണ്ട് നജീബ് ഖാന് എന്താ ചെയ്യണെന്നല്ലേ. അതാ കാസർ 10 റുപ്യ ഉണ്ടുമ്പോ 1 റുപ്യ പോക്കറ്റിൽ കാണുന്നത്, അങ്ങനല്ലേ? അങ്ങനെ ഫൈനലി ഇതാ രാത്രി 11:30 മണിക്ക് ഫുഡ് കഴിച്ച് പിരിയണെന്ന് പറഞ്ഞ് വന്നാണ്. ഷാഫിക്കൊക്കെ സ്ഥലമൊന്നുമില്ല, കാരണം 10:50 പരിപ്പട ഒറ്റ ഇരിപ്പിനത്ത് നിൽക്കാണ്. ഗ്യാസും കൂടി നിറഞ്ഞിട്ട് വയറ് ഇത്ര ആയിക്കോട്ടെ പറഞ്ഞത്. ഈ ചെങ്ങായി കോൾഡ് കോഫി ഇപ്പോൾ പരിപാടി വന്നു രാത്രി ഫുഡ് കുറച്ച് തന്നെയാണ്. ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള മുമ്പിന്റെ അളവാണെന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളെല്ലാരും നജീബിക്ക് മാഷാണെന്നൊക്കെ ചോദിച്ചില്ലേ, വലിയൊരു ക്യാൻറ്റീൻ്റെ ഉടമസ്ഥനാണ്. ക്യാൻറ്റീനെ കണ്ടില്ല എല്ലാരും? അതെ, കാണിച്ചു കൊടുത്തു. ക്യാൻറ്റീനെ കാണിച്ചു കൊടുത്തു. വലിയ ക്യാൻറ്റീനാണ്, വലിയ ഇവിടെ സ്ഥലം ചെയ്യുന്ന പൂക്കാട്ട് സ്കൂള് വലിയ ക്യാൻറ്റീന്.
മുതലാളിയാണ്. ആ ഏകദേശം 3000-4000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലുള്ള വലിയൊരു ക്യാൻറ്റീനിന്റെ മുതലാളിയാണ്. ഇപ്പോഴും തിരക്കാണ്. രാവിലെ തുടങ്ങിയ രാത്രി വരെ തിരക്കാണ്. ഞാൻ പറയുന്നത് ഫോൺ വിളിച്ചിട്ട് എടുക്കാതിട്ടാണ് അവസാനം എന്ത് തെരഞ്ഞു വന്നത്. ഉള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മീൻ മറിച്ചിടാൻ മടിയാണ്. മടി ആയതുകൊണ്ടല്ല, തിരക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, കാണിച്ചത് ക്യാൻറ്റീൻ കാണിച്ചതില്ല. അത്രയും വലിയ ക്യാൻറ്റീൻ. ഒരു ഡൗട്ട് കേൾക്കാണ്ട് ഈ വീഡിയോ ഈ മാസം വരും അടുത്ത മാസം വരും അപ്ലോഡ് ചെയ്യും. അത് പ്രത്യേകം എനിക്ക് വേണ്ടി കഴിക്കാണ്ടി കൊണ്ടുവന്നേ. ഫോളോവേഴ്സ് കിടന്നുണ്ട്. അപ്പൊ ഗൈസ്, അപ്പൊ ബാക്കി എന്തൊക്കെ ഫുഡ് നജീബിക്കാൻ ചെലവാങ്ങാറ്, എന്തൊക്കെ ഫുഡ് നോക്കി നോക്കാം. അടിച്ചു പൊട്ടിക്കുക.